ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൻ്റെ തെക്കൻ അതിർത്തി പ്രദേശത്താണ് റയോ പ്രിസൺ എന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ആ രാജ്യത്തെ ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ തടവറയായാണ് അതറിയപ്പെടുന്നത്. ഫ്രാൻസിലെ ഏറ്റവും കുപ്രസിദ്ധരായ കുറ്റവാളികളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ചുറ്റും 17 അടി ഉയരമുള്ള കോൺക്രീറ്റ് മതിലുകൾ, മുള്ളുകമ്പികൾ കൊണ്ടുള്ള കട്ടിയുള്ള ഫെൻസിംഗ്, വാച്ച് ടവറുകളിൽ 24 മണിക്കൂറും സ്നൈപ്പർ തോക്കുകളുമായി കാവൽ നിൽക്കുന്ന ഗാർഡുകൾ. ഇത്രയും കടുപ്പമേറിയ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം ഒരു പക്ഷിക്ക് പോലും ഇവിടെ അനുവാദമില്ലാതെ പറന്നിറങ്ങാൻ കഴിയില്ല. അതിനു കാരണം ഈ ജയിലിൻ്റെ മുകളിലായി വിരിച്ചിരിക്കുന്ന ആൻറ്റി ഹെലികോപ്റ്റർ വലകളാണ്. അതായത് നിലത്തു നിന്നും ആകാശത്തു നിന്നുമുള്ള എല്ലാ നീക്കങ്ങളും ഇവിടെ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെടുന്നു. ഇത്രയും ശക്തമായ സുരക്ഷാ കാരണങ്ങളാൽ ഈ ജയിലിൽ നിന്നും ഒരാൾക്കും സ്വപ്നത്തിൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ 2018 ജൂലൈ 1 ആ ഞായറാഴ്ച രാവിലെ ഏകദേശം 11 മണിയോടെ ഈ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറി. അക്കാലത്ത് ഫ്രാൻസിലെ ഏറ്റവും കുപ്രസിദ്ധ കുറ്റവാളിയും പബ്ലിക് എനിമി നമ്പർ 1 വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ള ഒരാളെയാണ് ആ ജയിലിൽ അടച്ചിരുന്നത്. ഇതിനോടകം തന്നെ 30-ലധികം കവർച്ചകൾ നടത്തിയിരുന്ന അയാൾ 2013 മറ്റൊരു അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് തടവു ചാടിയ ചരിത്രമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെയാണ് അതീവ സുരക്ഷയുള്ള റയോ പ്രിസണിൽ കൂടുതൽ കണിശമായ കാവലിൽ അയാളെ പാർപ്പിച്ചത്. ജൂലൈ 1 രാവിലെ ഏകദേശം 11 മണിക്ക് സ്വന്തം സഹോദരനുമായി കൂടിക്കാഴ്ച നടത്താനായി അയാളെ വിസിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നു. കുറ്റകൃത്യങ്ങളുടെ വഴി ഉപേക്ഷിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ ജ്യേഷ്ഠൻ അയാളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആകാശത്ത് നിന്ന് വലിയൊരു ശബ്ദം കേട്ട് ജയിൽ മുറ്റം പ്രകമ്പനം കൊണ്ടത്. ജയിലിൻ്റെ സുരക്ഷാ ഭിത്തി തകർത്ത് ഒരു ഹെലികോപ്റ്റർ നേരെ കോർട്ട്യാർഡിലേക്ക് പറന്നിറങ്ങി. അതിൽ നിന്ന് മുഖംമൂടി ധരിച്ച കൈകളിൽ AK-47 തോക്കുകളേന്തിയ 2 അക്രമികൾ പുറത്തേക്ക് ചാടി. തികച്ചും സിനിമാറ്റിക് ശൈലിയിൽ മിനിറ്റുകൾക്കുള്ളിൽ വാതിലുകൾ തകർത്ത് അവർ ആ കുപ്രസിദ്ധ കുറ്റവാളിയെ ഹെലികോപ്റ്ററിൽ കയറ്റി ആകാശത്തേക്ക് അപ്രത്യക്ഷമായി. പകൽ വെളിച്ചത്തിൽ എല്ലാവരുടെയും കൺമുന്നിൽ വച്ചാണ് ഫ്രാൻസിലെ ഏറ്റവും അപകടകാരിയായ ആ കുറ്റവാളി തടവു ചാടിയത്. ആരായിരുന്നു ഈ കുറ്റവാളി എന്ന് ചോദിച്ചാൽ ഫ്രാൻസിലെ ക്രിമിനൽ ഓഫ് ദി സെഞ്ചുറി എന്ന് വിളിക്കപ്പെടുന്ന റിദ്വാൻ ഫെയ്ദായിരുന്നു അത്. സിനിമകൾ കണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയും പിന്നീട് തികച്ചും സിനിമാറ്റിക്കും വിചിത്രവുമായ രീതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ 2 ജയിൽ ചാട്ടങ്ങൾ നടത്തുകയും ചെയ്ത ഗാങ്സ്റ്റർ ആയിരുന്നു അദ്ദേഹം. നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിലൂടെ പരിശോധിക്കുന്നതും ആ സാഹസിക കുറ്റവാളിയുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 1972 മെയ് 10 ഫ്രാൻസിലെ ക്രെയിൻ എന്ന സ്ഥലത്താണ് റിദ്വാൻ ഫെയ്ദ് ജനിച്ചത്. ഇയാളുടെ പിതാവ് ഡെറാജി ഒരു കെമിക്കൽ ഫാക്ടറി തൊഴിലാളിയായിരുന്നു. അച്ഛനമ്മമാരുടെ 9ാമത്തെ മകനായാണ് റിദ്വാൻ ഫെയ്ദ് ജനിച്ചത്. ഒരു കാലത്ത് ഫ്രഞ്ച് കോളനിയായിരുന്ന അൾജീരിയയിൽ നിന്നാണ് അവൻ്റെ അച്ഛൻ ഡെറാജി ഒരു കുടിയേറ്റക്കാരനായി ഫ്രാൻസിലെത്തുന്നത്. അൾജീരിയൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഫ്രാൻസിനെതിരെ പോരാടിയ ചരിത്രവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫ്രാൻസിലെ ക്രെയിൻ എന്ന പ്രദേശത്താണ് റിദ്വാൻ കുടുംബം താമസിച്ചിരുന്നത്. അക്കാലത്ത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുറ്റകൃത്യങ്ങളും കൊടുമ്പൊരി കൊണ്ടിരുന്ന ഒരു ചേരി പ്രദേശമായിരുന്നു അത്. അവിടെ വളർന്ന റിദ്വാൻ തെരുവിലെ മുതിർന്ന ആൺകുട്ടികൾ ചെറിയ കവർച്ചകൾ നടത്തുന്നതും കാറുകൾ മോഷ്ടിക്കുന്നതും പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളയുന്നതുമൊക്കെ കണ്ടാണ് വളർന്നത്. അത് അവൻ്റെ മനസ്സിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കി. വളരെ ചെറിയ വയസ്സിൽ തന്നെ റിദ്വാനും മോഷണം ഒരു ശീലമാക്കി മാറ്റി. മാളുകളിൽ നിന്ന് കളിപ്പാട്ടങ്ങളും കോമിക് പുസ്തകങ്ങളും കടകളിൽ നിന്ന് മിഠായികളും മോഷ്ടിച്ചായിരുന്നു തുടക്കം. നല്ല തത്വചിന്തകളിൽ വിശ്വസിച്ചിരുന്ന അച്ഛൻ ഡെറാജി മകൻ്റെ ഈ ചീത്ത ശീലങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അമർഷം അടക്കാനായില്ല. റിദ്വാനെ ബെൽറ്റ് കൊണ്ട് ക്രൂരമായി തല്ലിച്ചതച്ചു. എന്നാൽ അമ്മയുടെ സ്നേഹം ആ ശിക്ഷയ്ക്ക് തടസ്സമായി നിന്നു. ഇനി മേലിൽ മോഷണം നടത്തുകയില്ലെന്ന് അമ്മ അവൻ്റെ കൈപിടിച്ച് സത്യം ചെയ്യിപ്പിച്ചു. പക്ഷേ മോഷണത്തിൻ്റെ ലോകം അവൻ്റെ മനസ്സിനെ അത്രമേൽ കീഴടക്കിയിരുന്നു. അതിനായി എത്ര തല്ലു വേണമെങ്കിലും സഹിക്കാൻ അവൻ തയ്യാറായിരുന്നു. അങ്ങനെ ഇരിക്കെ റിദ്വാൻ തൻ്റെ 11ാമത്തെ വയസ്സിൽ
അയൽപക്കത്തെ 3 കൂട്ടുകാരെയും കൂട്ടി അവൻ സ്വന്തമായി ഒരു കോസ്മോപോളിക് ഗ്യാങ് രൂപീകരിച്ചു. അതോടെ മോഷണങ്ങളുടെ വ്യാപ്തിയും വർദ്ധിച്ചു. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും TV, സ്റ്റീരിയോ സിസ്റ്റങ്ങൾ, മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിവ മോഷ്ടിക്കാൻ തുടങ്ങി. തുടർന്ന് ആ ഗ്യാങ്ങിൻ്റെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ മയക്കുമരുന്ന് കച്ചവടവും ആരംഭിച്ചു. നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യാനും സ്റ്റൈലിഷായി നടക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന റദ്വാൻ കുറ്റകൃത്യങ്ങളിലൂടെ കിട്ടുന്ന പണം മുഴുവൻ തനിക്കിഷ്ടപ്പെട്ട ബ്രാൻഡ് വസ്ത്രങ്ങളും ഷൂകളും വാങ്ങാനാണ് ഉപയോഗിച്ചിരുന്നത്. കുറ്റകൃത്യങ്ങളുടെ ലോകം റദ്വാൻ ഫെയ്ദിനെ സംബന്ധിച്ച് വെറുമൊരു തൊഴിലായിരുന്നില്ല, മറിച്ച് അതവന് അതിരറ്റ ആവേശവും രോമാഞ്ചവും നൽകുന്ന ഒരു വിനോദമായിരുന്നു. ഫ്രാൻസിലെ ഏറ്റവും പ്രശസ്തനായ അളവറ്റ സമ്പത്തുള്ള കുപ്രസിദ്ധ കുറ്റവാളിയാകുക എന്നതായിരുന്നു അവൻ്റെ ഒരേ ഒരു സ്വപ്നം. അതിനായി ഏത് അക്രമത്തിനും അവൻ തയ്യാറായിരുന്നു. ഇതിനിടയിൽ അവൻ്റെ അച്ഛൻ അൾജീരിയയിലേക്ക് മടങ്ങുകയും അമ്മ മരണപ്പെടുകയും ചെയ്തതോടെ അവനെ തടയാനോ ഉപദേശിക്കാനോ ആരുമില്ലാത്ത അവസ്ഥയായി. ചെറിയ മോഷണങ്ങളിലൊന്നും അവനപ്പോൾ തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് തൻ്റെതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ക്രെയിലിലെ പ്രശസ്തനായ മോഷണവീരനും ഒരു ഗ്യാങ് നേതാവുമായ ജേൻ ക്ലോഡ് ബെസലിൻ്റെ സംഘത്തിൽ അവൻ അംഗമായി. 1991 അവന് 18 വയസ്സുള്ളപ്പോൾ മാരകായുധങ്ങളുമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ കൊള്ളയടിക്കാൻ റദ്വാൻ ഫെയ്ദ് ശ്രമിച്ചു. എന്നാൽ അന്നവൻ ആദ്യമായി പോലീസിൻ്റെ പിടിയിലായി. പക്ഷേ പ്രായക്കുറവും മുമ്പ് വലിയ കുറ്റകൃത്യങ്ങളുടെ കേസുകളൊന്നും ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലവും പരിഗണിച്ച് ഒരു താക്കീത് നൽകി പോലീസ് അവനെ വെറുതെ വിട്ടു. എന്നാൽ അന്ന് നിസാരക്കാരനായി കണ്ട് തങ്ങൾ വിട്ടയച്ച ആ ചെറുപ്പക്കാരൻ ഭാവിയിൽ ഫ്രാൻസിൻ്റെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും വലിയ തലവേദനയായി മാറുമെന്ന് ആ പോലീസുകാർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതോടെ തൻ്റെ പോരായ്മകൾ തിരുത്താനാണ് റദ്വാൻ ഫെയ്ദ് ശ്രമിച്ചത്. ഹോളിവുഡിലെയും ഫ്രാൻസിലെയും ആക്ഷൻ ക്രൈം സിനിമകളായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. ചെറുപ്പം മുതലേ സിനിമകളുടെ അന്ധമായ ആരാധകനായിരുന്നു അവൻ. സ്കെയർഫേസ്, ദ ഗോഡ് ഫാദർ, കാസിനോ, ഹേറ്റ് തുടങ്ങിയ ലോക പ്രശസ്ത സിനിമകൾ 100 കണക്കിന് തവണ കണ്ടു തീർത്തു. സിനിമകൾ അവൻ്റെ ചിന്തകളെ പൂർണ്ണമായും കീഴടക്കി കഴിഞ്ഞിരുന്നു. തൻ്റെ മനസ്സിനെ സ്വാധീനിച്ച സിനിമകളിലെ പല ആക്ഷൻ രംഗങ്ങളും അവൻ കൂട്ടുകാരുമായി ചേർന്ന് അഭിനയിച്ച് പരിശീലിച്ചു. ഗാങ്സ്റ്റർ കഥാപാത്രങ്ങളുടെ മാസ് ഡയലോഗുകൾ എപ്പോഴും അവൻ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. കവർച്ചകൾ നടത്തുമ്പോഴും സിനിമകളെ പോലെ തന്നെ അതേ ഡയലോഗുകൾ തന്നെ അവൻ ആവർത്തിച്ചു. ഒരു ബാങ്ക് കവർച്ചയ്ക്കിടെ തോക്കിൻ മുന്നിൽ നിന്ന ബാങ്ക് ടെല്ലറോട് 1984 മെസ്രിൻ എന്ന സിനിമയിലെ ഡയലോഗ് അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു: മിണ്ടാതിരിക്ക്, ഞാൻ പറയുന്നതനുസരിക്ക്. എനിക്ക് നിന്നോട് ഒരു വ്യക്തി വൈരാഗ്യവുമില്ല, എനിക്ക് പണം മാത്രം മതി. നിന്റെ മക്കളെക്കുറിച്ച് ഓർക്കുക എന്നതായിരുന്നു ആ ഡയലോഗ്. ആ ഒറ്റ കവർച്ചയിൽ അന്ന് റദ്വാൻ ഫെയ്ദിനും സംഘത്തിനും ലഭിച്ചത് 2,40,000 ഫ്രാങ്ക് ആയിരുന്നു. മുൻപത്തെ 10 വർഷത്തെ ചെറിയ മോഷണങ്ങളിൽ നിന്നെല്ലാം കിട്ടിയതിനേക്കാൾ വലിയ തുകയായിരുന്നു അത്. ആ പണം ചെലവഴിക്കാൻ പോലും സിനിമയിലെ ഗാങ്സ്റ്റർമാരെയാണ് അവൻ അനുകരിച്ചത്. ഈ ഭ്രാന്തമായ സിനിമാ പ്രേമമാണ് അവനെ മറ്റ് സാധാരണ കുറ്റവാളികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. 1990കളുടെ അവസാനത്തോടെ റദ്വാൻ ഫെയ്ദ് എന്ന പേര് ഫ്രാൻസിലുടനീളം ഭീതിയോടെ മുഴങ്ങാൻ തുടങ്ങി. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളക്കാരുടെയും ജൂവലറി കവർച്ചക്കാരുടെയും മുൻനിരയിലേക്ക് അവൻ വളർന്നു. ക്രമേണ അവൻ്റെ കുറ്റകൃത്യങ്ങൾ കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരുന്നു. ഓരോ കുറ്റകൃത്യത്തിലും ഏതെങ്കിലും ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയിലെ രംഗമോ ഡയലോഗോ അവൻ പുനഃസൃഷ്ടിച്ചിരുന്നു. ഒരിക്കൽ ക്രെയിലിലെ ഒരു വൻകിട ജൂവലറി കൊള്ളയടിക്കാൻ അവനും സംഘവും എത്തിയത് പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കളുടെ മുഖമുള്ള റബ്ബർ മാസ്കുകൾ അണിയുകൊണ്ടായിരുന്നു. പാട്രിക് സ്വൈസ് അഭിനയിച്ച പോയിന്റ് ബ്രേക്ക് എന്ന പ്രശസ്ത ഹോളിവുഡ് ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ കവർച്ച. അവിടെ നിന്ന് മോഷണം നടത്തി കടന്നു കളയുമ്പോൾ ആ സിനിമയിലെ അതേ ഡയലോഗ് തന്നെ റദ്വാൻ ഫെയ്ദ് അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു: താങ്ക് യു വെരി മച്ച് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു വോട്ട് എന്നായിരുന്നു അത്. ഇത്രയൊക്കെ ക്രൂരമായ കവർച്ചകൾ നടത്തിയെങ്കിലും ഈ സമയത്തൊന്നും റദ്വാൻ ഫെയ്ദ് ആരെയും ഉപദ്രവിക്കുകയോ രക്തം ചിന്തുകയോ ചെയ്തിരുന്നില്ല. അക്രമരഹിതമായ രീതിയിലായിരുന്നു അവന് താല്പര്യം. മോഷണത്തെ അവൻ ഒരു കലയായി കണ്ടു. രക്തച്ചൊരിച്ചിൽ ആ കലയുടെ ഭംഗി കെടുത്തുമെന്നാണ് അവൻ വിശ്വസിച്ചത്. ഓരോ കൊള്ളയ്ക്ക് മുമ്പും അവൻ കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. കെട്ടിടങ്ങളുടെയും വഴികളുടെയും കൃത്യമായ മാപ്പ് വരയ്ക്കും. പോലീസിൻ്റെ പ്രതികരണവും സമയവും കൃത്യമായി കണക്കുകൂട്ടും.
രക്ഷപ്പെടാനുള്ള വഴികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. തൻ്റെ സംഘത്തിലെ അനിഷേധ്യ നേതാവായിരുന്നു അവൻ. കൂട്ടാളികൾ അവനെ സ്നേഹത്തോടെ ഡോക് എന്നും ദി ബ്രെയിൻ എന്നും വിളിച്ചിരുന്നു. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ഓരോ കുറ്റകൃത്യത്തിനു മുമ്പും അവൻ സംഘങ്ങൾക്ക് പ്ലാനുകൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. 1995 മൈക്കൽ മാൻ സംവിധാനം ചെയ്ത ഗാങ്സ്റ്റർമാരുടെ കഥ പറയുന്ന ഹീറ്റ് എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. റിദ്വാൻ ഫെയ്ദിന് ആ സിനിമയോട് തോന്നിയ ഭ്രാന്തമായ ഇഷ്ടം കാരണം അവനത് 100-ലധികം തവണ കണ്ടു തീർത്തു. സിനിമയിലെ ഓരോ രംഗവും ഓരോ ഡയലോഗും അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ആ സിനിമ റിലീസ് ചെയ്ത് 2 വർഷത്തിനു ശേഷം 1997 റിദ്വാൻ ഫെയ്ദും സംഘവും ബാങ്കുകളിലേക്കും ATMകളിലേക്കുമൊക്കെ പണവും ഗോൾഡുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു വൻകിട ആർമഡ് ട്രക്ക് ആക്രമിച്ചു. മുഖത്ത് ഹോക്കി മാസ്ക് ധരിച്ചായിരുന്നു വരവ്. ഹീറ്റ് സിനിമയിൽ റോബർട്ട് ഡി നീറോയും സംഘവും നടത്തിയ കവർച്ചയുടെ അതേ പകർപ്പ്. ട്രക്ക് തങ്ങളുടെ കസ്റ്റഡിയിലാക്കിയ ശേഷം അതിലുണ്ടായിരുന്ന പണവും സ്വർണവും അവർ സ്വന്തം വണ്ടിയിലേക്ക് മാറ്റാൻ തുടങ്ങി. എന്നാൽ പണം വിചാരിച്ചതിലും വളരെ കൂടുതലായിരുന്നു. അത് മുഴുവൻ എടുത്തു തീരുന്നതിന് മുമ്പേ തന്നെ പോലീസ് അവിടെ സ്ഥലത്തെത്തി. ഇരുവിഭാഗക്കാരും തമ്മിൽ കടുത്ത വെടിവെയ്പ്പ് നടത്തിയെങ്കിലും റിദ്വാൻ ഫെയ്ദും സംഘവും അതിവിദഗ്ധമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ സംഭവത്തോടെ ഫ്രഞ്ച് പോലീസ് റിദ്വാൻ ഫെയ്ദിന് പിന്നാലെ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങിത്തിരിച്ചു. ഇനി ഫ്രാൻസിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ അവൻ ആദ്യം സ്വിറ്റ്സർലാൻഡിലേക്കും പിന്നീട് അവിടെ നിന്ന് ഇസ്രായേലിലേക്കും കടന്നു കളഞ്ഞു. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം അവൻ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞു. എന്നാൽ 1998 ഫ്രഞ്ച് പോലീസ് അവനെ കൃത്യമായി പിടികൂടുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോടതി അന്നവന് 30 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് മോളിജൻ ജയിലിലേക്ക് അയച്ചു. എന്നാൽ ജയിലിലുടനീളം അവൻ സ്വന്തം വീട്ടിൽ കഴിയുന്നത് പോലെ അതീവ സന്തോഷവാനും അതിലുപരി വാക്കുകൾ കൊണ്ട് ആളുകളെ വശീകരിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികനെ പോലെയായിരുന്നു പെരുമാറിയത്. തൻ്റെ ആകർഷകമായ പെരുമാറ്റം കൊണ്ട് ജയിലിലെ മറ്റ് തടവുകാരെ മാത്രമല്ല ജയിൽ വാർഡന്മാരെ പോലും അവൻ കയ്യിലെടുത്തു. ജയിലിലെ ഈ മാതൃകാപരമായ പെരുമാറ്റം കാരണം ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്യപ്പെടുകയും 30 വർഷത്തിനു പകരം വെറും 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2009 അവന് പരോൾ ലഭിച്ച് പുറത്തിറങ്ങാൻ സാധിക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും താൻ ആഗ്രഹിച്ചത്ര പ്രശസ്തനായില്ല എന്നൊരു നിരാശ റിദ്വാൻ ഫെയ്ദിൻ്റെ മനസ്സിൽ ബാക്കി നിൽപ്പുണ്ടായിരുന്നു. അതിനാൽ തന്നെ കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ തൻ്റെ ആവേശകരമായ ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ അവൻ തീരുമാനിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ജെറോം പിററ്റുമായി ചേർന്ന് ഔട്ട്ലോ എന്ന പേരിൽ അവൻ തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെ വലിയൊരു ഹീറോയിസമായി അവൻ വിശേഷിപ്പിച്ചു. തുടർച്ചയായി നൽകിയ TV ഇൻ്റർവ്യൂകളിൽ ജയിൽ ജീവിതം തന്നെ ഒരു നല്ല മനുഷ്യനായി മാറ്റിയെടുത്തു എന്നവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു TV അഭിമുഖത്തിൽ തൻ്റെ പഴയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സംസാരിക്കവേ അവൻ പറഞ്ഞത്, എൻ്റെ ഉള്ളിലെ രാക്ഷസൻ ഇപ്പോൾ ഉറങ്ങുകയല്ല, അവൻ പൂർണ്ണമായും ചത്തൊടുങ്ങിയിരിക്കുകയാണ് എന്നാണ്. സിനിമകൾ കണ്ടാണ് റിദ്വാൻ ഫെയ്ദ് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പഠിച്ചത്. എന്നാൽ ഇപ്പോൾ ഹോളിവുഡ് സിനിമാ നിർമ്മാതാക്കൾ തന്നിൽ നിന്ന് ഗാങ്സ്റ്റർ സിനിമകൾ എങ്ങനെ എഴുതണമെന്നും നിർമ്മിക്കണമെന്നും പഠിക്കണം എന്നായിരുന്നു അവൻ്റെ ഉപദേശം. എൻ്റെ അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ക്രിപ്റ്റ് റൈറ്റർമാർക്ക് യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ തനിമ വേണമെങ്കിൽ എന്നെപ്പോലെയുള്ളവരുടെ അനുഭവങ്ങൾ അവർക്ക് അത്യാവശ്യമാണ് എന്നായിരുന്നു അവൻ ഗർവോടെയും അഭിമാനത്തോടെയും പറഞ്ഞത്. അഭിമുഖങ്ങളിലൂടെയും മാധ്യമ ശ്രദ്ധയിലൂടെയും അവൻ വലിയൊരു ആരാധന വൃന്ദത്തെ അവൻ സൃഷ്ടിച്ചെടുത്തു. അതിനു പിന്നാലെ 2009 അവൻ്റെ ഔട്ട്ലോ എന്ന പുസ്തകം ഫ്രഞ്ച് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു. തൻ്റെ കവർച്ചകളുടെയും മോഷണങ്ങളുടെയും കഥകൾ തികച്ചും സിനിമാറ്റിക് സ്റ്റൈലിലാണ് അവൻ അതിൽ വിവരിച്ചത്. പുസ്തകം പുറത്തിറങ്ങിയ ഉടനെ തന്നെ ജനങ്ങൾക്കിടയിൽ തരംഗമായി മാറുകയും ഒരു ബെസ്റ്റ് സെല്ലറായി മാറുകയും ചെയ്തു. ഇതോടെ റിദ്വാൻ ഫെയ്ദ് ഒരു സാധാരണ കുറ്റവാളിയിൽ നിന്ന് ഒരു സെലിബ്രിറ്റിയുടെ ജീവിതത്തിലേക്ക് ഉയർന്നു. തെരുവുകളിൽ ആളുകൾ അവനോടൊപ്പം ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫിനുമായി ക്യൂ നിന്നു. താൻ ആഗ്രഹിച്ച പ്രശസ്തിയും പണവും അംഗീകാരവും എല്ലാം അവന് ലഭിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇത്രയൊക്കെ പ്രശസ്തി ലഭിച്ചിട്ടും അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. കവർച്ചയുടെയും കുറ്റകൃത്യങ്ങളുടെയും ചിന്തകൾ അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാന്തം പോലെ കുറ്റകൃത്യങ്ങളുടെ ലോകം അവനെ വീണ്ടും തന്നിലേക്ക് ആകർഷിപ്പിച്ചു. ഒരു വശത്ത്
താൻ പൂർണ്ണമായും മാനസാന്തരപ്പെട്ടു എന്ന് TV ഇൻ്റർവ്യൂകളിൽ വിളിച്ചു പറഞ്ഞ് പുസ്തകം പ്രൊമോട്ട് ചെയ്യുമ്പോൾ മറുവശത്ത് അവൻ്റെ ഗ്യാങ് അവൻ്റെ തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിൽ മറ്റൊരു വൻകിട കവർച്ചയ്ക്ക് പദ്ധതിയിടുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി 2010 മെയ് 20 രാവിലെ 16 മില്യൺ യൂറോ തുകയുമായി പോയ ഒരു ആർമഡ് ട്രക്ക് കൊള്ളയടിക്കാൻ അവൻ്റെ സംഘം ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഇത്തവണ പദ്ധതി വിചാരിച്ചതുപോലെ നടന്നില്ല. കവർച്ച പരാജയപ്പെടുകയും പോലീസ് ഇവരെ പിന്തുടരുകയും ചെയ്തു. തുടർന്ന് റോഡിൽ വെച്ച് പോലീസും കുറ്റവാളികളും തമ്മിൽ അതിരൂക്ഷമായ വെടിവയ്പുണ്ടായി. നിർഭാഗ്യവശാൽ ആ പോലീസ് സംഘത്തിലുണ്ടായിരുന്ന ഒറേലി ഫ്യൂക്കെ എന്ന 26 വയസ്സുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് വെടിയേൽക്കുകയും അവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഫ്രാൻസിൽ ഡ്യൂട്ടിക്കിടെ ഒരു മുനിസിപ്പൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കൊല്ലപ്പെടുന്ന ആദ്യത്തെ ദാരുണ സംഭവമായിരുന്നു അത്. ഈ ദാരുണമായ സംഭവം ഫ്രാൻസിലുടനീളം വലിയ പ്രക്ഷോഭങ്ങൾക്കും അമർഷത്തിനും വഴിവെച്ചു. കൊല്ലപ്പെട്ട ഒറേലി ഫ്യൂക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. അതിനാൽ തന്നെ ജനങ്ങളുടെ സഹതാപവും പ്രതിഷേധവും ഇരട്ടിയായി. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിനും സർക്കാരിനുമേൽ വൻ ജനകീയ സമ്മർദ്ദമുണ്ടായി. ഒറേലി ഫ്യൂക്കയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളസ് സർക്കോജി വളരെ രോക്ഷത്തോടെ പ്രഖ്യാപിച്ചു, ഒറേലി ഫ്യൂക്കയുടെ ശവമഞ്ചരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഉറപ്പു നൽകുന്നു, ഇത് ചെയ്ത അക്രമികൾക്ക് അവരുടെ ക്രൂരതയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കും എന്ന്. എന്നാൽ റദ്വാൻ ഫൈദ് അതീവ സൂത്രശാലിയായിരുന്നു. ഈ സമയത്തും അവൻ TV ചാനലുകളിൽ ഒരു ക്രൈം എക്സ്പോർട്ടായി വന്നിരുന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സംഭവവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന മട്ടിലായിരുന്നു അവൻ്റെ പെരുമാറ്റം. എന്നാൽ പോലീസിൻ്റെ അന്വേഷണ ലിസ്റ്റിൽ 1-ാം പ്രതി അവൻ തന്നെയായിരുന്നു. പോലീസ് അവനായി വലവീശുന്നതിനിടയിലും അവൻ അടുത്ത കൊള്ളയ്ക്ക് പദ്ധതിയിടുകയായിരുന്നു. ഫ്രാൻസിൻ്റെ വടക്കൻ നഗരമായ അറാസിന് സമീപം ഒരു ആർമഡ് വാഹനം അവൻ കൊള്ളയടിച്ചു. ഒടുവിൽ തിരച്ചിൽ ശക്തമാക്കിയ പോലീസ് ഒരു സങ്കീർണമായ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ റദ്വാൻ ഫൈദിനെയും അവൻ്റെ കൂട്ടാളികളെയും പിടികൂടി. അവനെ പരിശോധിച്ചപ്പോൾ പോക്കറ്റിൽ നിന്ന് ലഭിച്ച 2000 യൂറോയുടെ സീരിയൽ നമ്പറുകൾ അറാസിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട പണത്തിൻ്റെ നമ്പറുകളുമായി കൃത്യമായി ഒത്തുപോയി. ഇതോടെ കൊള്ളയടി, ഒറേലി ഖുഷിയുടെ കൊലപാതക ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ അവനുമേൽ ചുമത്തപ്പെട്ടു. അവൻ നേരിട്ട് ഒറേലിക്ക് നേരെ വെടിയുതിർത്തിട്ടുണ്ടായിരുന്നില്ല. ഒറേലി ഖുഷിയുടെ കൊലപാതകം നടന്ന സമയത്ത് ആ സ്ഥലത്ത് അവൻ നേരിട്ടുണ്ടായിരുന്നതുമില്ല. എന്നാൽ ഈ കുറ്റകൃത്യത്തിൻ്റെ പ്രധാന സൂത്രധാരനും സംഘാടകനും റദ്വാൻ ഫൈദ് തന്നെയാണെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ തെളിയിച്ചു. 2012 കോടതി അവന് 25 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. അന്ന് 40 വയസ്സായിരുന്ന റദ്വാൻ ഫൈദിനെ സംബന്ധിച്ച് ഈ ശിക്ഷ ഒരു തരത്തിൽ ജീവപര്യന്തത്തിന് തുല്യമായിരുന്നു. തുടർന്നവനെ ഫ്രാൻസിലെ അതീവ സുരക്ഷയുള്ള സെക്യുഡിൻ ജയിലിലേക്ക് മാറ്റി. അവിടെയും ഒരു ഹീറോയെ പോലെയാണ് അവൻ ജീവിച്ചിരുന്നത്. തടവുകാരും ജീവനക്കാരും അവൻ്റെ സിനിമാറ്റിക് കഥകൾ കേട്ട് അത്ഭുതപ്പെട്ടു. എന്നാൽ പുറമെ വളരെ ശാന്തനായി കാണപ്പെട്ട അവൻ മനസ്സിനുള്ളിൽ വലിയൊരു ജയിൽ ചാട്ടത്തിന് പദ്ധതിയിടുകയായിരുന്നു. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ദിവസങ്ങളോളം അവൻ അതിനായി സ്വയം തയ്യാറെടുത്തു. ഒടുവിൽ 2013 ഏപ്രിൽ 13 പ്രഭാതം പുലർന്നു. തടവറയിൽ വെച്ച് സഹോദരനെ കാണാനായി ഗാർഡുകൾ റദ്വാൻ ഫൈദിനെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു അന്ന്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിൽ അഴുക്കായ വസ്ത്രങ്ങളാണെന്നാണ് ഗാർഡുകൾ ആദ്യം കരുതിയത്. എന്നാൽ വസ്ത്രങ്ങൾക്ക് പകരം അതിനുള്ളിൽ ഒരു ഫുൾ ലോഡ് തോക്കും ലൈറ്ററും പെട്രിട്ടോൾ എന്ന മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുമാണെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ടിഷ്യൂ പേപ്പറിൽ ഒളിപ്പിച്ച് റദ്വാൻ ഫൈദിൻ്റെ ഭാര്യ തന്നെയാണ് അത് ജയിലിനുള്ളിൽ എത്തിച്ചു നൽകിയത്. സന്ദർശക മുറിയിൽ എത്തിയ നിമിഷം തന്നെ അവൻ ബാഗിൽ നിന്ന് തോക്കെടുത്ത് ഗാർഡുകളെ ഭയപ്പെടുത്താനായി മേൽക്കൂരയിലേക്ക് വെടിയുതിർത്തു. തുടർന്ന് 4 ഗാർഡുകളെ അവൻ ബന്ദികളാക്കി. ബന്ദികളാക്കിയ ഉദ്യോഗസ്ഥരുടെ മനസ്സ് മാറ്റാൻ അവൻ തന്ത്രപൂർവ്വം പറഞ്ഞു, വെറും 1300 1400 യൂറോ ശമ്പളത്തിനു വേണ്ടി നിങ്ങളിവിടെ ഹീറോ ആകാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഈ ജോലി നിങ്ങളെപ്പോലെയുള്ളവർക്ക് ചേർന്നതല്ല. സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഓർക്കൂ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർക്കൂ. തുടർന്നവൻ വസ്ത്രങ്ങളുടെ ബാഗിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പുറത്തെടുത്ത് ആദ്യത്തെ കവചിത വാതിൽ സ്ഫോടനത്തിൽ തകർത്തു. എന്നാൽ അതീവ സുരക്ഷതയുള്ള ആ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ അത്തരം 5 വാതിലുകൾ തകർക്കേണ്ടതുണ്ടായിരുന്നു.
തടസ്സങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒന്നിനു പുറകെ ഒന്നായി ബാക്കി 4 വാതിലുകളും അവൻ ബോംബ് വച്ച് തകർത്തു. സ്ഫോടനങ്ങളുടെയും വെടിവെപ്പിൻ്റെയും ശബ്ദം കേട്ട് അവസാനത്തെ കവാടത്തിന് സമീപം വൻ സുരക്ഷാ സേന നിലയുറപ്പിച്ചിരുന്നു. പോലീസുകാരും വാച്ച് ടവറിലെ സ്നൈപ്പർമാരും തനിക്കെതിരെ വെടിവെക്കാതിരിക്കാൻ റിദ്വാൻ ഫെയ്ദ് ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ബന്ദികളാക്കിയ ഗാർഡുകളെ അവൻ തനിക്ക് ചുറ്റും ഒരു മനുഷ്യ കവചമായി നിർത്തി. തങ്ങളുടെ സഹപ്രവർത്തകരെ മുന്നിൽ കണ്ടതോടെ സ്നൈപ്പർമാർക്ക് വെടിയുതിർക്കാൻ കഴിഞ്ഞില്ല. അവർ നിസ്സഹായരായി നോക്കി നിൽക്കെ റിദ്വാൻ ഫെയ്ദ് ജയിലിന് പുറത്തേക്ക് കടന്നു. ജയിലിൽ നിന്ന് പുറത്തു കടന്ന അവൻ ബന്ദികളുമായി നേരെ ഹൈവേയിലേക്ക് നീങ്ങി. അവിടെ അവനെ കാത്ത് ഒരു കാർ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. കാറിന് സമീപത്തെത്തിയപ്പോൾ അവൻ 3 ഗാർഡുകളെ മോചിപ്പിച്ചു. എന്നാൽ പോലീസ് ആരും തന്നെ പിന്തുടരുന്നില്ലെന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതുവരെ 4ാമത്തെ ഗാർഡിനെ അവൻ കൂടെ തന്നെ നിർത്തി. അതീവ സുരക്ഷിതയുള്ള ഒരു തടവറയിൽ നിന്ന് റിദ്വാൻ ഫെയ്ദ് ഇത്രയും സിനിമാറ്റിക് സ്റ്റൈലിൽ എളുപ്പത്തിൽ രക്ഷപ്പെട്ടത് ഫ്രാൻസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു. ഭരണകൂടത്തിന് നേരെ കടുത്ത ചോദ്യങ്ങൾ ഉയർന്നതോടെ ജയിൽ അധികൃതർ നാണം കെട്ടു. ഇതിനു പിന്നാലെ അവനെ ഫ്രാൻസിന്റെ പബ്ലിക് എനിമി നമ്പർ 1 പ്രഖ്യാപിക്കുകയും അവനെ പിടികൂടാൻ ഫ്രഞ്ച് പോലീസ് സർവ്വശക്തിയുമെടുത്ത് രംഗത്തിറങ്ങുകയും ചെയ്തു. അവൻ രാജ്യം വിട്ട് കടന്നിട്ടുണ്ടാകുമെന്ന സംശയത്തിൽ ഇന്റർപോൾ അവനെതിരെ ഒരു റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇതോടെ അവൻ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ജയിൽ ചാടിയ കുറ്റവാളി എന്ന വാർത്ത ലോകമെമ്പാടും പരന്നു. അടുത്ത 6 ആഴ്ചകൾ അവൻ തികച്ചും സ്വതന്ത്രനായി കഴിഞ്ഞു. വേഷം മാറിയും വിഗ് ധരിച്ചും ഒരു ഹോട്ടലിൽ നിന്ന് മറ്റൊരു ഹോട്ടലിലേക്ക് അവൻ മാറി താമസിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ 2013 മെയ് മാസത്തിൽ പാരീസിൽ നിന്ന് 13 മൈൽ അകലെയുള്ള പൊണ്ടോറോൾ കമ്പോയിലെ ഒരു ഹോട്ടലിൽ അവൻ ഒളിവിൽ കഴിയുകയാണെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. അർദ്ധരാത്രിയിൽ ഹോട്ടൽ വളഞ്ഞ പോലീസ് മിന്നൽ പരിശോധനയിലൂടെ അവനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. സ്ക്വിഡിൻ ജയിൽ തകർത്ത കുറ്റത്തിന് അവൻ്റെ ശിക്ഷാ കാലയളവ് 10 വർഷത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചു. ഇതോടെ അവൻ്റെ ആകെ ശിക്ഷ 35 വർഷമായി ഉയർന്നു. ഇത്തവണ അവനെ അയച്ചത് ഫ്രാൻസിലെ ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ റയോ പ്രിസണിലേക്കാണ്. 2011 പ്രവർത്തനം ആരംഭിച്ച ഈ ജയിൽ കുറ്റവാളികൾക്ക് മുന്നിൽ ഒരു അടിയറവ് പറയാത്ത കോട്ട പോലെയായിരുന്നു. ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം കടുപ്പമേറിയതെന്നാൽ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരുന്നു. 17 അടി ഉയരമുള്ള കോൺക്രീറ്റ് മതിലുകൾ, മുകളിൽ കൂർത്ത മുള്ളുകമ്പികൾ കൊണ്ടുള്ള കട്ടിയുള്ള ഫെൻസിംഗ്, വാച്ച് ടവറുകളിൽ ആധുനിക മാരകായുധങ്ങളുമായി 24 മണിക്കൂറും സദാ ജാഗരൂകരായ സ്നൈപ്പർ കാവൽ ഗാർഡുകൾ. ജയിലിൻ്റെ മുകളിലായി വിരിച്ചിരിക്കുന്ന ആൻറ്റി ഹെലികോപ്റ്റർ വലകൾ കാരണം നിലത്തു നിന്നും ആകാശത്തു നിന്നുമുള്ള എല്ലാ നീക്കങ്ങളും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. റിദ്വാൻ ഫെയ്ദ് അതീവ അപകടകാരിയായ കുറ്റവാളി ആയതിനാലും മുമ്പ് ജയിൽ തകർത്ത ചരിത്രമുള്ളതിനാലും അവന് നൽകിയ സുരക്ഷ ഇരട്ടിയാക്കി. മറ്റ് തടവുകാരിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തി ജയിലിലെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള സെല്ലിലാണ് അവനെ അടച്ചത്. ഇത്രയൊക്കെ കടുത്ത സുരക്ഷയും 24 മണിക്കൂർ നിരീക്ഷണവും ഉണ്ടായിരുന്നിട്ടും റയോ ജയിലിൽ എത്തിയ നിമിഷം മുതൽ റിദ്വാൻ ഫെയ്ദ് വീണ്ടും ജയിലിൻ്റെ പോരായ്മകളും അവസരങ്ങളും നിരീക്ഷിക്കാൻ തുടങ്ങി. സെല്ലിന് പുറത്തിറങ്ങുന്ന അപൂർവ നിമിഷങ്ങളിൽ അവൻ ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും ജയിൽ ചാടാനുള്ള പോരായ്മകൾ കണ്ടെത്തുകയും ചെയ്തു. അതേസമയം പുറത്ത് അവൻ്റെ സംഘവും അവനെ പുറത്തിറക്കാനുള്ള വൻ പദ്ധതികൾ മെനയുന്നുണ്ടായിരുന്നു. ജയിലിൽ അവൻ 5 വർഷം പൂർത്തിയാക്കി. ഇത്രയും സമയത്തിനുള്ളിൽ അവനും അവൻ്റെ സംഘവും ചേർന്ന് അതീവ രഹസ്യമായ ഒരു ജയിൽ ചാട്ട പദ്ധതി പൂർണ്ണമായും തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം ജയിലിന് മുകളിലായി ഒരു ഡ്രോൺ പറന്ന് നടക്കുന്നത് ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ജയിലിന് മുകളിലൂടെ ഡ്രോൺ പറക്കുന്നത് കണ്ടതും അധികൃതർക്ക് ഉടനടി തന്നെ സംശയം തോന്നി. ഇത് റിദ്വാൻ ഫെയ്ദുമായി ബന്ധപ്പെട്ടതായിരിക്കാമെന്നും അവൻ്റെ സംഘാംഗങ്ങൾ ജയിൽ ചാട്ടത്തിനായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയായിരിക്കാമെന്നും അവർ ഭയന്നു. ഉടനടി 2018 ജൂണിൽ ജയിൽ അധികൃതർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടിയന്തര കത്തെഴുതി. റിദ്വാൻ ഫെയ്ദിനെ ഉടനെ തന്നെ മറ്റൊരു ജയിലിലേക്ക് മാറ്റണം എന്നതായിരുന്നു അത്. എന്നാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ലഭിച്ച മറുപടി മറ്റൊന്നായിരുന്നു. ഇപ്പോൾ സാധ്യമല്ല, സ്ഥലമാറ്റം സെപ്റ്റംബറിലേ നടക്കൂ. പക്ഷേ സെപ്റ്റംബർ ആകുമ്പോഴേക്കും എല്ലാം വൈകി പോകുമെന്നും സ്വന്തം തീരുമാനത്തിൽ പിന്നീട് തലതല്ലി കരയേണ്ടി വരുമെന്നും ആ ഉദ്യോഗസ്ഥർ അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. 2018 ജൂലൈ 1 സഹോദരനായ ഇബ്രാഹിമിനെ കാണാനായി
റിദ്വാൻ ഫൈദിനെ സന്ദർശക മുറിയിലേക്ക് കൊണ്ടുവന്നു. റിദ്വാൻ സഹോദരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയം ജയിലിന് പുറത്ത് അവൻ്റെ സംഘാംഗങ്ങൾ തങ്ങളുടെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 65 വയസ്സുകാരനായ വിമാന പരിശീലകൻ സ്റ്റെഫാൻ ബേ എന്ന വ്യക്തിയുടെ അടുത്തേക്ക് 2 ചെറുപ്പക്കാർ എത്തി. ഹെലികോപ്റ്റർ എങ്ങനെയാണ് പറത്തുന്നതെന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തിയത്. അതിനായി 500 യൂറോ നൽകാനും അവർ തയ്യാറായിരുന്നു. സ്റ്റെഫാൻ അത് വിശ്വസിച്ച് അവരെ ഹെലികോപ്റ്ററിലിരുത്തി ആകാശത്തേക്ക് പറന്നുയർന്നു. എന്നാൽ യാത്രക്കിടയിൽ ആ വിദ്യാർത്ഥികളുടെ രൂപം മാറുന്നത് കണ്ട് സ്റ്റെഫാൻ ഞെട്ടിപ്പോയി. അവർ കൈകളിൽ കരുതിയിരുന്ന ബാഗുകളിൽ നിന്ന് അവർ വിഗ്ഗുകൾ ധരിച്ചു. മുഖം കറുത്ത സീക്കി മാസ്കുകൾ കൊണ്ട് മൂടി. പാരാമിലിറ്ററി കോമ്പാറ്റ് വസ്ത്രങ്ങൾ ധരിച്ചു. പേടിച്ചരണ്ടെങ്കിലും സ്റ്റെഫാൻ ഹെലികോപ്റ്റർ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. കുറച്ചു ദൂരത്തിനു ശേഷം വിജനമായ ഒരു പാടശേഖരത്തിൽ ഹെലികോപ്റ്റർ ഇറക്കാനും എൻജിൻ ഓഫ് ചെയ്യാനും അവർ സ്റ്റെഫാനോട് ആവശ്യപ്പെട്ടു. തങ്ങളുടെ 3ാമത്തെ കൂട്ടുകാരൻ കൂടി അവിടേക്ക് വരാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഹെലികോപ്റ്റർ നിലത്തിറക്കിയ ശേഷം തങ്ങൾ വിദ്യാർത്ഥികളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ 2 പേരും പാടത്തിൻ്റെ ഒരു വശത്തേക്ക് മൂത്രമൊഴിക്കാനെന്ന വ്യാജേന നടന്നു നീങ്ങി. സ്റ്റെഫാൻ ബേ ഹെലികോപ്റ്ററിന് സമീപം തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സ്റ്റെഫാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച കണ്ട് അദ്ദേഹം ഭയപ്പെട്ടുപോയി. വിദ്യാർത്ഥികളാണെന്ന് അവകാശപ്പെട്ട ആ 2 പേരും അവരുടെ 3ാമത്തെ കൂട്ടാളിയും കൈകളിൽ AK-47 തോക്കുകളേന്തി സ്റ്റെഫാന് നേരെ ചൂണ്ടി നിൽക്കുന്നു. വാസ്തവത്തിൽ റിദ്വാൻ ഫൈദിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ഇറങ്ങിത്തിരിച്ച അവൻ്റെ സ്വന്തം സഹോദരനും അനന്തരവനുമായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. തുടർന്ന് അവർ സ്റ്റെഫാനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. റിദ്വാൻ ഫൈദിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനാണ് തങ്ങളുടെ പുറപ്പാടെന്നും ഹെലികോപ്റ്റർ നേരെ ജയിലിന് മുകളിലേക്ക് പറത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹെലികോപ്റ്റർ വഴിയുള്ള ആക്രമണങ്ങൾ തടയാനായി റയോ ജയിലിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും ശക്തമായ കെൽവാർ നെറ്റുകൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ജയിൽ കവാടത്തിന് സമീപമുള്ള ചെറിയൊരു 3 വശമുള്ള കോർട്ട്യാർഡിൽ മാത്രം ഈ സുരക്ഷാ വലകൾ ഉണ്ടായിരുന്നില്ല. സാധാരണ ആധുനിക ഹെലികോപ്റ്ററുകൾക്കൊന്നും ഇത്രയും ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സ്റ്റെഫാൻ ബേയുടെ പഴയ ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ ബ്ലേഡുകൾ വളരെ ചെറുതായതിനാൽ ഈ ദൗത്യത്തിന് അത് കൃത്യമായി ഇണങ്ങുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റിദ്വാൻ ഫൈദിനെ രക്ഷപ്പെടുത്താൻ സംഘം പദ്ധതിക്കായി ഈ പ്രത്യേക ഹെലികോപ്റ്റർ തന്നെ തിരഞ്ഞെടുത്തത്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇനി ആക്ഷൻ മാത്രം. തുടക്കത്തിൽ അവരുടെ ആവശ്യം അനുസരിക്കാൻ ഹെലികോപ്റ്റർ ഉടമയായ സ്റ്റെഫാൻ മടി കാണിച്ചപ്പോൾ ഹൈജാക്കർമാരിൽ ഒരാൾ അയാളെ ക്രൂരമായി ഭീഷണിപ്പെടുത്തി. മണ്ടത്തരം കാണിക്കരുത്. ഞങ്ങളുടെ വാക്ക് കേട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഭീകരമായിരിക്കും. ഞങ്ങളുടെ ഒരു കൂട്ടാളി ഇപ്പോൾ നിന്റെ വീട്ടിന് മുന്നിൽ നിൽപ്പുണ്ട്. നീ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് കാണിച്ചാൽ അതിൻ്റെ വില നിന്റെ മകളും ഭാര്യയും കൊടുക്കേണ്ടി വരും. ഭയന്ന് വിറച്ച സ്റ്റെഫാൻ ബേ വേറെ വഴിയില്ലാതെ അവരുടെ നിർദ്ദേശപ്രകാരം ഹെലികോപ്റ്റർ പറത്താൻ തുടങ്ങി. രാവിലെ 11:18 ആയപ്പോഴേക്കും ജയിൽ കോമ്പൗണ്ടിന് മുകളിലായി ഒരു ഹെലികോപ്റ്റർ പറക്കുന്നത് ജയിൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിമിഷങ്ങൾക്കകം ആ ഹെലികോപ്റ്റർ ജയിലിൻ്റെ ഒരു ചെറിയ കോർട്ട്യാർഡിലേക്ക് പറന്നിറങ്ങി. ഹെലികോപ്റ്ററിൽ നിന്ന് മുഖം മൂടിയും പാരാമിലിറ്ററി കോമ്പാറ്റ് വസ്ത്രങ്ങളും ധരിച്ച 2 അക്രമികൾ പുറത്തേക്ക് ചാടി. അവരുടെ കൈകളിൽ മാരകമായ AK-47 റൈഫിളുകളും മറ്റ് ആയുധങ്ങളും ഉണ്ടായിരുന്നു. അക്രമികളായ ആ മുഖംമൂടിധാരികൾ തങ്ങളുടെ കൈകളിൽ പോലീസ് എന്നെഴുതിയ തിളങ്ങുന്ന ഫ്ലൂറസെന്റ് ആം ബാൻഡുകൾ ധരിച്ചിരുന്നു. ജയിൽ അധികൃതരിൽ കടുത്ത ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അത്. അവർ ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് നേരെ പുകബോംബുകളും കണ്ണീർവാതക ഷെല്ലുകളും എറിഞ്ഞ് റിദ്വാൻ ഫൈദ് തൻ്റെ സഹോദരനുമായി സംസാരിക്കുന്ന സന്ദർശക മുറി ലക്ഷ്യമാക്കി മുന്നേറി. അതേസമയം 3ാമത്തെയാൾ ഹെലികോപ്റ്ററിൻ്റെ കോക്പിറ്റിനുള്ളിൽ പൈലറ്റിന് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുകയായിരുന്നു. ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ കണ്ടുനിന്ന വാച്ച് ടവറിലെ ഗാർഡുകൾ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിലുപരി റയോ പ്രിസണിൽ നിലവിലുണ്ടായിരുന്ന ഒരു കടുത്ത സുരക്ഷാ നിയമപ്രകാരം ജയിൽ കാമ്പൗണ്ടിനുള്ളിൽ വച്ച് ഹെലികോപ്റ്ററിന് നേരെ വെടിയുതിർക്കാൻ സുരക്ഷാ ജീവനക്കാർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. വെടിവെച്ചാൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് സമീപത്തെ കെട്ടിടങ്ങൾക്കോ താഴെയുള്ള ജീവനക്കാർക്കോ ജീവഹാനി സംഭവിക്കാമെന്നായിരുന്നു അതിന് കാരണം. ഇത് മുതലാക്കി അക്രമികൾ സുരക്ഷിതമായി തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. മുഖംമൂടി ധരിച്ച അക്രമികൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പവർ സോ ഉപയോഗിച്ച് വാതിലുകളുടെ പൂട്ടുകൾ ഓരോന്നായി മുറിച്ചു മാറ്റാൻ തുടങ്ങി. ഇതേസമയം സന്ദർശക മുറിയിൽ ജ്യേഷ്ഠനായ ഇബ്രാഹിം
റിദ്വാൻ ഫൈദിനെ തിരുത്താനും ഉപദേശിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ അനുജൻ ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജയിൽ ചാട്ടമാണ് തൊട്ടടുത്ത നിമിഷങ്ങളിൽ നടത്താൻ പോകുന്നതെന്ന് ആ പാവം സഹോദരന് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. അക്രമികൾ ഓരോ വാതിലുകളും തകർത്ത് ഉള്ളിലേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ലോഹം മുറിക്കുന്ന ആ കഠിനമായ ശബ്ദം റിദ്വാൻ ഫൈദിൻ്റെ കാതുകളിലും എത്തി. അവൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവൻ തൻ്റെ സഹോദരനോട് പറഞ്ഞു, അവർ എന്നെ കൂട്ടാൻ വന്നിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം എല്ലാ വാതിലുകളും തകർത്ത് മുഖംമൂടി ധരിച്ച അക്രമികൾ അവൻ്റെ മുന്നിലെത്തി. സഹോദരനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് റിദ്വാൻ ഫൈദ് ആ ആക്രമികളോടൊപ്പം ഗാർഡുകളുടെ കണ്ണു വെട്ടിച്ച് കെട്ടിടത്തിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ജയിൽ ജീവനക്കാർ പൂർണ്ണമായും ഞെട്ടിത്തരിച്ചിരുന്നു. ആ ഹെലികോപ്റ്റർ വെറുമൊരു ആക്രമണത്തിന് വന്നതല്ല, മറിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വലിയ കുറ്റവാളിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എത്തിയതാണെന്ന് അവർക്ക് അപ്പോഴാണ് വ്യക്തമായത്. തുടർന്ന് കുറ്റവാളി തടവു ചാടുന്നത് തടയാൻ ഏതാനും ജീവനക്കാർ കോർട്ട്യാർഡിലേക്ക് കുതിച്ചപ്പോൾ മറ്റു ചില ജീവനക്കാർ സഹായത്തിനായി അടിയന്തര നമ്പറുകളിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഗാർഡ് എമർജൻസി നമ്പറായ 17 വിളിച്ചു. ഫോൺ എടുത്ത ഓപ്പറേറ്ററോട് ഒരു തടവുകാരനെ ജയിൽ ചാടിക്കാൻ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേട്ടത് വിശ്വസിക്കാനാകാതെ ഓപ്പറേറ്റർ ചിരിച്ചുപോയി. ആൻറ്റി ഹെലികോപ്റ്റർ വലകൾ വിരിച്ചിട്ടുള്ള ഒരു അതിസുരക്ഷാ ജയിലിൽ ഇങ്ങനെ അത് സാധ്യമാകുമോ എന്ന് അയാൾ കരുതി. ഇതോടെ രോഷാകുലനായ ഗാർഡ് ഫോണിലൂടെ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഉടനെ തന്നെ സൈന്യത്തിൻ്റെ സഹായം വേണം. എന്നാൽ പരിഭ്രമിക്കാതെ പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഓപ്പറേറ്റർ ആവശ്യപ്പെട്ടത്. ഈ ചോദ്യം ചെയ്യലിലും തർക്കത്തിലും വിലപ്പെട്ട 5 മിനിറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോഴേക്കും റിദ്വാൻ ഫൈദി വളരെ ശാന്തനായി കോർട്ട്യാർഡിലേക്ക് നടന്നെത്തിയിരുന്നു. താനൊരു ഹോളിവുഡ് സിനിമയിലെ നായകനാണെന്ന് അവന് ആ നിമിഷത്തിൽ തോന്നിപ്പോയി. ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡുകൾ അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്ലാസ് ഭിത്തിക്ക് പിന്നിലൂടെ ഒരു ഗാർഡും 2 തടവുകാരും തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് റിദ്വാൻ ഫൈദി കണ്ടത്. അവൻ അവരുടെ നേരെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് തൻ്റെ വലത് കൈ നെറ്റിയിലേക്ക് ഉയർത്തി തികഞ്ഞ ഗാംഭീര്യത്തോടെ അവരെ ഒരു എയർഫോഴ്സ് സല്യൂട്ട് ചെയ്തു. അതിനുശേഷം ഹെലികോപ്റ്റർ പൈലറ്റിന് തൊട്ടടുത്തുള്ള മുൻ സീറ്റിലേക്ക് അവൻ കയറിയിരുന്നു. വെറും 10 മിനിറ്റുകൾ കൊണ്ടാണ് ലോകത്തെ തന്നെ അതിശയിപ്പിച്ച ആ ജയിൽ ചാട്ടം അവൻ പൂർത്തിയാക്കിയത്. അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് റിദ്വാൻ ഫൈദ് ഫ്രാൻസിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലിൻ്റെ മതിലുകൾ തകർത്ത് വീണ്ടും മാനത്തേക്ക് അപ്രത്യക്ഷമായി. ഈ ജയിൽ ചാട്ടം അത്രത്തോളം വലുതും സാഹസികവുമായിരുന്നതിനാൽ ലോകത്തെ പ്രമുഖ പത്രങ്ങളുടെയെല്ലാം മുൻ പേജുകളിൽ ഇത് പ്രധാന വാർത്തയായി ഇടം പിടിച്ചു. തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കേറ്റ കനത്ത പ്രഹരത്തെ തുടർന്ന് സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഫ്രാൻസിലെ നീതിന്യായ മന്ത്രിക്ക് തന്നെ നേരിട്ട് ആ ജയിലിലേക്ക് എത്തേണ്ടി വന്നു. റിദ്വാൻ ഫൈദിൻ്റെ ആവർത്തിച്ചുള്ള ജയിൽ ചാട്ടങ്ങൾ ഫ്രാൻസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയ്ക്കേറ്റ മായ്ക്കാനാകാത്ത കറുത്ത പാടായിരുന്നു. ഫ്രഞ്ച് അധികൃതർക്ക് ഏറ്റവും വലിയ തലവേദനയായി അവൻ മാറിയിരുന്നു. അതിനാൽ അവനെ പിടികൂടാനായി 2900 പോലീസുകാരെ ഉൾപ്പെടുത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ ഊർജിതമാക്കി. വെല്ലുവിളികളെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു റിദ്വാൻ ഫൈദ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അവൻ്റെ അടുത്ത നീക്കം. രാജ്യത്തെ ഏറ്റവും വലിയ ജയിൽ ചാട്ടത്തിന് ശേഷം അവൻ ഒളിവിൽ കഴിഞ്ഞത് സ്വന്തം ജന്മനാടായ ക്രെയിൽ തന്നെയായിരുന്നു. വിവിധ രൂപങ്ങളിൽ വേഷം മാറി 3 മാസത്തോളം അവൻ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് അവിടെ തന്നെ ജീവിച്ചു. എന്നാൽ ഒടുവിൽ പോലീസിന് ഒരു CCTV ദൃശ്യത്തിൽ നിന്ന് നിർണായക സൂചന ലഭിച്ചു. ദൃശ്യത്തിൽ ഗൂർഖ ധരിച്ച് ഉയരമുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ആ വ്യക്തിയുടെ നടപ്പിൽ വലിയൊരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. വസ്ത്രത്തിനുള്ളിൽ പെട്ടുപോയതുപോലെ ബുദ്ധിമുട്ടിയാണ് ആ വ്യക്തി നടന്നിരുന്നത്. അതൊരു സ്ത്രീയല്ല, മറിച്ച് സ്ത്രീവേഷം ധരിച്ച ഫ്രാൻസിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ റിദ്വാൻ ഫൈദ് തന്നെയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഒടുവിൽ 2018 ഒക്ടോബർ 3 അർദ്ധരാത്രിയിൽ റിദ്വാൻ തൻ്റെ സഹോദരൻ റാഷിദിനോടും അനന്തരവൻ ഐസക്കിനോടൊപ്പം ഒളിവിൽ കഴിഞ്ഞിരുന്ന അപ്പാർട്ട്മെൻറ്റ് പോലീസ് വളഞ്ഞു. മൂവരെയും പോലീസ് പിടികൂടി. ഈ വൻ ജയിൽ ചാട്ടത്തിൻ്റെ വിചാരണയ്ക്ക് ശേഷം കോടതി അവന് 14 വർഷത്തെ ശിക്ഷ കൂടി വിധിച്ച് 49 വർഷത്തെ ജയിൽ ശിക്ഷയായി ഉയർത്തി നൽകി. 2 തവണ വൻ സുരക്ഷാ സംവിധാനങ്ങൾ തകർത്ത് രക്ഷപ്പെട്ട റിദ്വാൻ ഫൈദിനെ ഇത്തവണ
ബെൽജിയം അതിർത്തിക്ക് സമീപമുള്ള വെൻഡിൻലെ വിൽ എന്ന അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത തടവിലേക്ക് മാറ്റി. ഇത്തവണ അവന് നൽകിയ സുരക്ഷ അളവറ്റതായിരുന്നു. ദിവസവും 5 തവണ പ്രത്യേക ഗാർഡുകളുടെ സംഘം അവനെ വസ്ത്രങ്ങൾ പൂർണ്ണമായി അഴിച്ച് പരിശോധിച്ചു. സെല്ലിന് പുറത്തിറങ്ങുന്ന ഓരോ നിമിഷവും അവന് കടുത്ത വിലങ്ങുകൾ അണിയിച്ചു. ഫോൺ ഉപയോഗിക്കാൻ അനുവാദമുള്ള അപൂർവം നിമിഷങ്ങളിൽ പോലും 4 മുതൽ 5 വരെയുള്ള ഗാർഡുകൾ അവന് ചുറ്റും കാവൽ നിന്നു. ജീവനക്കാരല്ലാതെ മറ്റൊരു മനുഷ്യനുമായും അവന് യാതൊരുവിധ സമ്പർക്കവും അനുവദിച്ചില്ല. ഒരു ശവപ്പെട്ടിയിൽ ജീവനോട് അടക്കപ്പെട്ടതുപോലെയാണ് ആ ഏകാന്ത തടവിൽ തനിക്ക് തോന്നുന്നതെന്ന് അവൻ പറയുകയുണ്ടായി. തനിക്കെതിരെയുള്ള ഈ കടുത്ത നിബന്ധനകൾക്കെതിരെ അവൻ ജയിലിൽ പട്ടിണി സമരം നടത്തിയെങ്കിലും അധികൃതർ വഴങ്ങിയില്ല. റദ്വാൻ ഫൈസ് ഇന്നും ആ അതീവ സുരക്ഷാ തടവറയ്ക്കുള്ളിൽ തന്നെയാണ് കഴിയുന്നത്. എങ്കിലും ഈ സൂത്രശാലിയായ കുറ്റവാളി ഇനി എന്ന്, എവിടെ നിന്ന്, എങ്ങനെ രക്ഷപ്പെടും എന്ന ഭയം ആ ജയിൽ അധികൃതർക്ക് ഇന്നും വിട്ടൊഴിഞ്ഞിട്ടില്ല. ജീവനോടെ ഇനി പുറം ലോകം കാണാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഈ ശിക്ഷ കൂടിപ്പോയോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ നമ്മുടെ ഈ ലോകത്ത് നടന്ന സംഭവബഹുലമായ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.